നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേരിചേര നയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വൈജ്ഞാനിക സമൂഹമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും MV ഗോവിന്ദൻ. കായംകുളത്ത് S വാസുദേവൻ പിള്ള രക്തസാക്ഷിത്വ ദിനാചരണവും രക്തസാക്ഷി മണ്ഡപ സമർപ്പണവും നടത്തി. കരാറുകാരന് ബിൽ തുക നൽകാതെ കൃഷിഭവൻ ഉദ്ഘാടനം. പരാതിയുമായി പുത്തേം സ്വദേശി രംഗത്ത്. കൊല്ലം അഞ്ചൽ അലയമൺ പഞ്ചായത്തിലാണ് സംഭവം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലാ സമ്മേളനം സമാപിച്ചു. M രാജീവ് മേഖലാ പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. ചേരിചേര നയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കായംകുളത്ത് S വാസുദേവൻ പിള്ള രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടനുബന്ധിച്ച് രക്തസാക്ഷി മണ്ഡപ സമർപ്പണവും നടത്തി. വൈജ്ഞാനിക സമൂഹമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. S വാസുദേവൻ പിള്ള രക്തസാക്ഷിത്വ ദിനം കായംകുളത്ത് നടത്തി. ഇതോടനുബന്ധിച്ച് രക്തസാക്ഷി മണ്ഡപ സമർപ്പണം, രക്തസാക്ഷി ദിന റാലി, ആദരിക്കൽ, പൊതുസമ്മേളനം, കലാപരിപാടികൾ തുടങ്ങിയവയും നടത്തി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നേതാവ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല ധാരണയുണ്ട്. ഇവിടെയെല്ലാം പേരിന്റെ ഒപ്പം വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ്. കൈയടിക്കുന്നതായിട്ടില്ല, കൈയടിക്കുന്ന കാര്യം. അതായത് ഒരാളുടെ പേരിന്റെ വലതുഭാഗത്ത് എഴുതി ചേർക്കുന്ന സ്ഥാനപ്പേരല്ല നേതാവ്. പിന്നെയോ ഒരു ജീവിതകാലം മുഴുവൻ, അത് ഹ്രസ്വമാവാം, കുറേയും കൂടി സുദീർഘമാവാം, അത് അഖിലേന്ത്യാടിസ്ഥാനത്തിലാവാം, സംസ്ഥാനാടിസ്ഥാനത്തിലാവാം, മേഖലാടിസ്ഥാനത്തിലാവാം, നമ്മുടെ ലോക്കലിലാവാം, നമ്മുടെ പ്രദേശത്താവാം, എവിടെയായാലും ആ ജീവിതകാലം മുഴുവൻ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനത്തെക്കുറിച്ച്, ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ആ ജീവിതത്തെക്കുറിച്ച് മറ്റു മനുഷ്യരിൽ ഉണ്ടാവുന്ന അവബോധമാണ് നേതാവ്. അതാണ് നേതൃത്വത്തിന്റെ അടിസ്ഥാനം. AKGയുടെ ബ്രാക്കറ്റിൽ ഇന്ത്യയിലെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട MP ആയിരുന്നു എന്ന് പറയേണ്ടിയില്ല. കിസാൻ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയേണ്ടിയില്ല. പാർട്ടിയുടെ PB മെമ്പറായിരുന്നു എന്ന് പറയേണ്ടിയില്ല. AKG മതി. സ്വാഗത സംഘം പ്രസിഡന്റ് KH ബാബുജാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി R നാസർ മുൻകാല പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. MR രാജശേഖരൻ പതാക ഉയർത്തി. A മഹേന്ദ്രൻ, അഡ്വക്കേറ്റ് U പ്രതിഭ MLA, P ഗാനകുമാർ, ഷേഖ് P ഹാരിസ്, S സുനിൽകുമാർ, P ശശികല, AM ആരിഫ് MP, N ശിവദാസൻ, S നസീം, B അബിൻഷാ, G ശ്രീനിവാസൻ, R മധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട കുടിശ്ശികയുള്ള DA അടിയന്തരമായി അനുവദിക്കണമെന്ന് AKSTU ശാസ്താംകോട്ട സബ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പോരുവഴി ഗവൺമെന്റ് HSSൽ നടന്ന പൊതുസമ്മേളനം CPI ശൂരനാട് മണ്ഡലം സെക്രട്ടറി RS അനിൽ ഉദ്ഘാടനം ചെയ്തു. AKSTU ശാസ്താംകോട്ട സബ് ജില്ലാ സമ്മേളനം നടത്തി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട കുടിശ്ശികയുള്ള DA അടിയന്തരമായി അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പോരുവഴി ഗവൺമെന്റ് HSSൽ നടന്ന പൊതുസമ്മേളനം CPI ശൂരനാട് മണ്ഡലം സെക്രട്ടറി RS അനിൽ ഉദ്ഘാടനം ചെയ്തു. അവരാണ് നമ്മുടെ രാജ്യത്തെ ഭാവി. അങ്ങനെ ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന അതീവ ശ്രമകരമായ ക്ലേശകരമായ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അധ്യാപകർ. അതിനെ ഏറ്റവും നന്നായി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് AKSTU എന്ന കാര്യത്തിൽ. AKSTUവിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നതിനൊക്കെ വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള, അതിനുവേണ്ടിയിട്ടുള്ള ത്യാഗപൂർണമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് AKSTU. നമ്മുടെ വിദ്യാഭ്യാസ മേഖല തന്നെ ഏറെ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് കേരളത്തിൽ LDF നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് ഭരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലാകെ സമഗ്രമായ സാർവത്രികമായ പരിഷ്കരണത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകും.
സബ് ജില്ലാ പ്രസിഡന്റ് സ്വരാജ് അധ്യക്ഷത വഹിച്ചു. ഷിജു വൈ സ്വാഗതം പറഞ്ഞു. ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗം വിജയമ്മ ബി രാജൻ അറിവുത്സവം വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രതിനിധി സമ്മേളനം AKSTU കൊല്ലം ജില്ലാ പ്രസിഡന്റ് പിടവൂർ രമേശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ കിഷോർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ശശിധരൻ പിള്ള, ലൈബ്രറി കൌൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം മനു വി കുറുപ്പ്, KSTU ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സജീവ് കുമാർ കെ, രതീഷ് സംഗമം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസിഡന്റായി ഷാജുവിനെയും വൈസ് പ്രസിഡന്റുമാരായി R രാജേഷ്, പ്രഭ എന്നിവരെയും സെക്രട്ടറിയായി രതീഷ് സംഗമത്തെയും തെരഞ്ഞെടുത്തു. P പ്രീതയാണ് ട്രഷറർ. ജോയിന്റ് സെക്രട്ടറിമാരായി ശ്രീരാജ്, MA അനീഷ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. വനിതാവേദി ഭാരവാഹികളായി പ്രസിഡന്റായി അനിലെയും വൈസ് പ്രസിഡന്റുമാരായി ബിന്ദുവിനെയും സുനിയെയും സെക്രട്ടറിയായി സപ്നയെയും തെരഞ്ഞെടുത്തു. ശോഭയാണ് ജോയിന്റ് സെക്രട്ടറി. ട്രഷററായി അജന്തയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൃഷിഭവന്റെ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരന് ബിൽ തുക നൽകാതെ കൃഷി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചതിനെതിരെ പരാതി. കെട്ടിടത്തിന്റെ കരാറുകാരനായ പുത്തീൻ സ്വദേശി അയൂബാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കൊല്ലം അഞ്ചൽ അലേമൺ പഞ്ചായത്തിലാണ് സംഭവം. ബിൽ തുക നൽകാതെ കൃഷിഭവന്റെ ഉദ്ഘാടനം നടത്താൻ അലയമൺ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തതിലാണ് കരാറുകാരൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ചണ്ണപ്പേട്ട സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും ലോൺ അടയ്ക്കാൻ കഴിയാതായതോടെ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി നേരിട്ട് വരികയാണെന്നും ബില്ല് പാസാക്കി തരാൻ പഞ്ചായത്ത് അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നുമാണ് കരാറുകാരനായ അയൂബിന്റെ ആവശ്യം. എങ്ങനെയെങ്കിലും ഇതിന്റെ ബില്ല് മാറി തന്നിട്ട് ഇവർ ഉദ്ഘാടനം ചെയ്തോളാൻ വയ്യാത്ത ഒരു രീതിയാണ് ഇവർക്ക്. ഉദ്ഘാടനം ചെയ്ത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കെന്നാ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കണമെന്നോ അങ്ങനെയുള്ള ഒരു താല്പര്യം ഇവർ കാണിക്കാതെ നമ്മളെ ഏത് രീതിയിലും കടക്കണിയിലാക്കിക്കൊണ്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിവൃത്തികേടാണ്. നമ്മൾ ചണ്ണപ്പെട്ട ബാങ്കിൽ നിന്ന് പൈസകൾ എടുത്ത് അവിടുത്തെ ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ്. പൈസ തരാതെ ഉള്ള പരിപാടികളാണ്. ഈ കെട്ടിട നിർമ്മാണത്തിൽ തനിക്ക് 8 ലക്ഷത്തോളം രൂപയാണ് ലഭിക്കാനുള്ളതെന്ന് അയൂബ് പറയുന്നു. കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ബിൽ തുക കിട്ടാനായി അലയമൺ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങി മടുത്തുവെന്നും തനിക്ക് ബാങ്ക് ലോൺ അടച്ചു തീർക്കേണ്ടതുണ്ടെന്നും ഇനിയെങ്കിലും കെട്ടിട നിർമ്മാണത്തിന്റെ തുക കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്നും അയൂബ് പറയുന്നു. ഞാനിത് തുടക്കം മുതൽ ചെയ്ത് 1 വർഷമായി. 1-ാം മാസം തുടങ്ങിയ പണിയായിരുന്നു. ചെയ്തതിന്റെ ബില്ലിൽ ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. വല്ലാത്ത നിവൃത്തികേടിലാണ്. 2 ഘട്ടം പണി ചെയ്തതിന്റെ പൈസ ബാക്കി കിടക്കുവാണ്. നമുക്ക് ആ പൈസ തരുവോ ഒന്നും ചെയ്തിട്ടില്ല. ബില്ല് ട്രഷറിയിലാണെന്ന് പറയുന്നു. ഇതുവരെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഞാൻ വലിയ നിവൃത്തികേടില്ല. ഇതിന് പലിശ കൊടുക്കാനുള്ള മാർഗം എനിക്കില്ല. അതാണ് ഇപ്പം വന്ന സത്യം. മറ്റങ്ങനല്ലായിരുന്നു. ഏതെങ്കിലും പണി ചെയ്താൽ 10 രൂപ കിട്ടുന്നത് ഇപ്പൊ അത് എക്സ്പെൻസ് ഇല്ല. എന്താ ഞാൻ ബില്ലോയ്ക്കൊന്നും എടുത്ത് ധോനെ വർക്ക് ചെയ്യുന്ന ആളും അല്ല. അലേമൺ പഞ്ചായത്തിലെ ചെറിയ പണികളൊക്കെ ചെയ്ത് നമ്മൾ താൽക്കാലികമായി ജീവിക്കുന്ന കൂട്ടത്തിലാ. അല്ലാതെ എന്താണ് ചെയ്യുക? ജനുവരി 4-ന് കെട്ടിട ഉദ്ഘാടനത്തിന് എത്തുന്ന മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് പരാതി നൽകാനാണ് അയൂബിന്റെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ചക്കുവള്ളി കരുനാഗപ്പള്ളി റോഡിൽ KCT ജംഗ്ഷനിലായിരുന്നു അപകടം. അഴീക്കൽ നിന്നും മീനുമായി എത്തിയ സ്കൂട്ടർ എതിർദിശയിൽ നിന്ന് വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇരുവാഹനത്തിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു. സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ചക്കുവള്ളി കരുനാഗപ്പള്ളി റോഡിൽ KCT ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. എതിർദിശയിൽ നിന്ന് വന്ന സ്കൂട്ടറുകളാണ് കൂട്ടിയിടിച്ചത്. സ്ത്രീ ഉൾപ്പെടെയുള്ള ഇരുവാഹനങ്ങളിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴീക്കൽ നിന്നും മീനുമായി ചക്കുവള്ളി ഭാഗത്തേക്ക് വന്ന സ്കൂട്ടറാണ് എതിർദിശയിൽ വന്ന സ്കൂട്ടറുമായി ഇടിച്ചത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. 20-ന് DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയത്തിനായി കരുനാഗപ്പള്ളിയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ് PR വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന സന്ദേശമുയർത്തിയാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് BK ഹാഷിം അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി അബാദ് പാഷ സ്വാഗതം പറഞ്ഞു. PK ബാലചന്ദ്രൻ, PK ജയപ്രകാശ്, TR ശ്രീനാഥ്, ശ്യാമോഹൻ, T രാജീവ്, വസന്ത രമേശ്, G രാജാദാസ്, KG കനകം, മുസാഫിർ സുരേഷ്, അനന്തൻ പിള്ള, R അശ്വതി, സന്തോഷ്, M സുരേഷ് കുമാർ, അനിൽ R പാലവിള, BA ബ്രിജിത്ത്, സുമേഷ്, ഹാഷിം, നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വെളിച്ചെണ്ണ അവരുടെ ഉൽപ്പന്നമായ തേങ്ങയ്ക്ക് വിലക്കുറവ് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇറക്കുമതി നയത്തിനെതിരെ ഭക്ഷ്യെണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യ അനുസരണം, അതായത് സോപ്പ് കമ്പനി അങ്ങനെയുള്ള ഹിന്ദുസ്ഥാൻ ലിവറൊക്കെ ഇന്ന് പൊതുവേലൊന്നുമല്ല, അന്ന് പൊതുവേലയിലാണ്. അവരുടെ ആവശ്യം ഇറക്കുമതി ചെയ്യുന്നതിന് എതിരായിട്ട് കൊച്ചി കപ്പൽശാല തുറമുഖം ഉപരോധിച്ച് കപ്പൽ എന്ന് പറഞ്ഞാൽ പാമോയിൽ കൊണ്ടുവന്ന മലേഷ്യൻ കപ്പലുകൾ ഉപരോധിച്ചുകൊണ്ട് ഇറക്കാൻ സമ്മതിച്ചില്ല. DYFIയുടെ ഒരു വലിയ വ്യത്യസ്ത സമരമായിരുന്നു. പ്രിയപ്പെട്ട സാക്കളെ, അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇറക്കിയ നമ്മുടെ പാർട്ടി DYFIയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
അന്ന് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചത്തേങ്ങയുടെ ഒരു വർഷത്തെ ഉത്പാദനം 4000 കോടിയാണ്. ചെയർമാനായി PK ജയപ്രകാശിനെയും കൺവീനറായി അബാദ് പാഷയെയും സമിതി തെരഞ്ഞെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെ വിവിധ കമ്പനികൾ ഉണ്ടാക്കി പണം സമാഹരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി നാഷണൽ ഹൈവേ അതോറിറ്റി പണം അങ്ങനെ സമാഹരിക്കുന്നുണ്ട്. അതുപോലെ നിരവധി ഏജൻസികൾ ഇത്തരം പണസമാഹരണം നടത്തുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ ഡാറ്റയാണെങ്കിൽ അത് വിദേശ വിനിമയ ചട്ടം ലംഘിച്ചു, മറ്റേത് ചെയ്തു, മറിച്ചേത് ചെയ്തു. അന്നത്തെ തുടക്കമിട്ട ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക്കിനെ പോലും വേട്ടയാടാനുള്ള പരിശ്രമം, അതിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വേട്ടയാടാനുള്ള പരിശ്രമം, ഇതൊരു കോണ് നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും കടമെടുക്കും, കേന്ദ്ര ഗവൺമെന്റിന് കടമെടുക്കാം. കേന്ദ്ര ഗവൺമെന്റിന് കടമെടുക്കുന്നതിന് പരിധിയില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലാ സമ്മേളനം സമാപിച്ചു. ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ഹോട്ടൽ സി പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനമാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. COA മേഖലാ പ്രസിഡന്റ് M രാജീവിന്റെ അധ്യക്ഷതയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. COA കൊല്ലം മേഖലാ പ്രസിഡന്റായി M രാജീവിനെ വീണ്ടും തെരഞ്ഞെടുത്തു. NR ജയ്ജുവാണ് COA കൊല്ലം മേഖലാ സെക്രട്ടറി. മേഖലാ ട്രഷററായി M നരേന്ദ്രപ്രസാദും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും സൗജന്യ കുടിവെള്ള പരിശോധനയും സംഘടിപ്പിക്കുന്നു. നൂറനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നൂറനാടന്മാർ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തുന്നത്. ജനുവരി 4-ന് രാവിലെ 8 മുതൽ പടനിലം പരബ്രഹ്മ ക്ഷേത്ര ഹാളിൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൂറനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നൂറനാടന്മാർ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ജനുവരി 4-ന് രാവിലെ 8 മുതൽ പടനിലം പരബ്രഹ്മ ക്ഷേത്ര ഹാളിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും സൗജന്യ കുടിവെള്ള പരിശോധനയും സംഘടിപ്പിക്കുന്നത്. നൂറനാട് CI P ശ്രീജിത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പും അവയവദാന സമ്മതപത്രം ഗവൺമെന്റിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. ഈ പരിപാടി അതിജീവനം 2024 എന്ന പേരിൽ അവതരിപ്പിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 4-ാം തീയതി ഞായറാഴ്ച പടനിലം ക്ഷേത്ര മൈതാനത്ത് വെച്ചാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. ജനുവരി 4-ാം തീയതി രാവിലെ 8 മണിക്ക് നമ്മൾ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സൗജന്യ കുടിവെള്ള പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഗ്രൂപ്പിന്റെ രക്ഷാധികാരി സിജോ വർഗീസ് അധ്യക്ഷത വഹിക്കും. പ്രോഗ്രാം കോർഡിനേറ്ററായിട്ടുള്ള സുമേഷ് നാരായണൻ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ പടനിലം SHO ശ്രീ P ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്യും. ക്യൂർ കെയർ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ആലപ്പുഴയും പരിമല ഹോസ്പിറ്റലും ചേർന്നുകൊണ്ടാണ് ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകിട്ട് 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. അവയവദാന സമ്മതപത്ര സമർപ്പണം MS അരുൺകുമാർ MLA നിർവഹിക്കും. ചലച്ചിത്ര താരങ്ങളായ രശ്മി അനിൽ, ബിബിൻ ജോർജ് എന്നിവർ അതിഥികളായി പങ്കെടുക്കും. രാത്രി 7:30-ന് മെഗാ ഷോയും നടക്കും. രക്ഷാധികാരി അനിൽ സ്മൃതി, പ്രസിഡന്റ് സനൽ നൂർനാട്, സെക്രട്ടറി അനുഗംഗൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സുമേഷ് നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ തന്നെ നിങ്ങളെയും അറിയിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ജനുവരി 4-ാം തീയതി നടക്കുന്ന ഈ വലിയ ഒരു പ്രോഗ്രാമിൽ എല്ലാവരുടെയും സാന്നിധ്യം ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭയകേന്ദ്രങ്ങളിൽ പുതുവത്സരാഘോഷം നടത്തി. പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തു. ഇരവിപുരം കാരുണ്യ തീരം ബാലഭവനിലും കാസാമിയ വയോജന കേന്ദ്രത്തിലുമാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തനമാരംഭിച്ച ചൈൽഡ് പ്രൊട്ടക്ട് ടീം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് ഇരവിപുരം കാരുണ്യതീരം ബാലഭവനിലും കാസാമിയ വയോജന കേന്ദ്രത്തിലും പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. CPT കൊല്ലം ജില്ലാ പ്രസിഡന്റ് അനിത സുനിലിന്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ബാലഭവനിലെ കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും കുട്ടികൾക്ക് പുതുവസ്ത്രം നൽകുകയും ചെയ്തു. പിന്നെ മക്കൾമാർക്കെല്ലാം നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കാനാണ് എല്ലാവരും ഹാപ്പിയല്ലേ? നാളത്തെ ദിവസത്തെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ കൊണ്ടാടേണ്ട ക്രിസ്മസ് ഡേ അല്ലേ? എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കുക, ഒന്ന് ചിരിച്ചക്കണ്ടില്ലേ? നിങ്ങളെ കാണാൻ ഞങ്ങൾ എത്രയോ ദൂരത്തു നിന്ന് വന്നതാണെന്നറിയാമോ? ഇവിടെ തന്നെ വന്നേന്താ, ഞങ്ങള് വേറെ എങ്ങും പോവാതെ മക്കളുമാരെ തന്നെ കാണാൻ വന്നേന്താ. നമ്മൾ ഹാപ്പി ആയിട്ട് ഈ ക്രിസ്മസ് ദിനം ആഘോഷിക്കാനായിട്ട് വന്നത്. നമ്മൾ ചെറിയേരിക്കലൊക്കെ മുറിച്ച് എല്ലാവരും ഇന്ന് അതിൻ്റെ ഓരോ പീസൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്.
സിസ്റ്റർ തെരേസ പുതുവത്സര സന്ദേശം നൽകി. ഷിബു റാവുത്തർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നമ്മൾ ക്രിസ്മസ് ദിനാഘോഷങ്ങളുടെ പരിപാടിയായിട്ട് കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ബഹുമാന്യയായിട്ടുള്ള കൊല്ലം ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ CPTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള ശ്രീമതി അനിത സുനിലിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സെക്രട്ടറി റോയൽ സമീർ, വൈസ് പ്രസിഡന്റ് ഖുറൈഷി, ജോയിന്റ് സെക്രട്ടറി ലിജി, സിസ്റ്റർ ഷീജ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കാസാമിയ വയോജന കേന്ദ്രത്തിലെ അമ്മമാരോടൊപ്പവും ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും പുതുവസ്ത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. പ്രധാന വാർത്തകൾ വീണ്ടും. ചേരിചേര നയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വൈജ്ഞാനിക സമൂഹമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും MV ഗോവിന്ദൻ. കായംകുളത്ത് S വാസുദേവൻ പിള്ള രക്തസാക്ഷിത്വ ദിനാചരണവും രക്തസാക്ഷി മണ്ഡപ സമർപ്പണവും നടത്തി. കരാറുകാരന് ബിൽ തുക നൽകാതെ കൃഷിഭവൻ ഉദ്ഘാടനം. പരാതിയുമായി പുത്തേം സ്വദേശി രംഗത്ത്. കൊല്ലം അഞ്ചൽ അലയമൺ പഞ്ചായത്തിലാണ് സംഭവം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം മേഖലാ സമ്മേളനം സമാപിച്ചു. M രാജീവ് മേഖലാ പ്രസിഡന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.